എല്ലാവർക്കും നമസ്കാരം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന 43ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ സബോർഡിനേറ്റ് കൺജങ്ഷനിലാണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് ടൈം ആയിരുന്നു. രണ്ടാമത് പഠിക്കാൻ പോകുന്നത് കോസ് അല്ലെങ്കിൽ റീസൺ, അതിനെന്താണോ കാരണം അതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കോസിൽ ആദ്യം വരുന്നത് ബിക്കോസ്. കാരണം എന്തെന്നാൽ ബിക്കോസ് ആണ് ആദ്യം കോസിൽ വരുന്നത്. ബിക്കോസ് രണ്ട് രീതിയിൽ വെക്കാം. മെയിൻ കോസ് വെക്കുന്നതിന് മുന്നും മെയിൻ കോസ് കഴിഞ്ഞതിന് ശേഷം, അത് സന്ദർഭം സാഹചര്യം അനുസരിച്ചാണ് ബിക്കോസ് വെക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഉദാഹരണത്തിലേക്ക് കിടക്കാം. I didn't go school because I had sick. I didn't go school because I had sick. ഞാൻ സ്കൂളിൽ പോയില്ല കാരണം എന്തെന്നാൽ എനിക്ക് അസുഖമായിരുന്നു. I didn't go school because I had sick. എനിക്ക് അസുഖമായതിനാൽ ഞാൻ സ്കൂളിൽ പോയില്ല. ഇനി ബിക്കോസ് ആദ്യം വരുമ്പോൾ, because it was raining we stayed home. Because it was raining we stayed home. അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്നു. എന്തുകൊണ്ട് അല്ലെങ്കിൽ വൈ എന്നൊരു ചോദ്യത്തിന് മാത്രമാണ് ബിക്കോസ് ഉത്തരമായിട്ട് വരുള്ളൂ. വൈ എന്ന്, അതായത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബിക്കോസ് വരുന്നത്. Why did you cry? Because I was sad. രണ്ടാമത് വരുന്നത് സിൻസ് ആണ്. സിൻസിന്റെ ഉത്തരം വരുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് സിൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണത്തിലേക്ക് കിടക്കാം. സിൻസ് യു ആർ ടയേർഡ് യു ഷുഡ് റെസ്റ്റ്. സിൻസ് യു ആർ ടയേർഡ് യു ഷുഡ് റെസ്റ്റ്. അതായത് നീ ക്ഷീണിതനായതുകൊണ്ട് വിശ്രമിക്കണം. നീ ക്ഷീണിതനായതുകൊണ്ട് വിശ്രമിക്കണം. സിൻസ് യു ആർ ടയേർഡ് യു ഷുഡ് റെസ്റ്റ്. സിൻസ് ഇറ്റ്സ് ലേറ്റ് ലെറ്റ് ഗോ ഹോം. സിൻസ് ഇറ്റ്സ് ലേറ്റ് ലെറ്റ്സ് ഗോ ഹോം. നേരം വൈകിയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. നേരം വൈകിയത് കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. ഇതിൽ ബിക്കോസും സിൻസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് വിവരണം കിട്ടുമ്പോഴാണ് ബിക്കോസ് വരുന്നത്. സിൻസ് നമുക്കറിയാവുന്ന ഒരു കാര്യത്തിന് മറുപടി കൊടുക്കുമ്പോഴാണ് സിൻസ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ആസ്. ഇത് സിൻസ് പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഫോർമലാണ്, ഔദ്യോഗികമായിട്ടാണ് ആസ് ഉപയോഗിക്കുന്നത്. നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് ആസ് അധികം ഉപയോഗിക്കില്ല. അപ്പോൾ ഔദ്യോഗികമായ കാര്യത്തിനാണ് ആസ് ഉപയോഗിക്കുക. ആസ് ഉപയോഗിക്കുക. കാരണം അത് സംഭവിക്കുന്ന സമയവും എടുത്തിട്ടാണ് ആസ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താന്ന്. ആസ് ഐ വാസ് ടയേർഡ്. ആസ് ഐ വാസ് ടയേർഡ് ഐ വെന്റ് ബെഡ് ഏർലി. അതായത് ഞാൻ ക്ഷീണിതനായതുകൊണ്ട് നേരത്തെ കിടന്നു. സമയമാണ് അവിടെ നേരത്തെ, സാധാരണ സംഭവിക്കുന്നതല്ല, അതിന് മുന്നേ ആണ് കിടന്നത്. ഞാൻ ക്ഷീണിതനായതുകൊണ്ട് നേരത്തെ കിടന്നു. He left as he had work. He left as he had work. ജോലി ഉള്ളത് കൊണ്ട് അവൻ പോയി. ജോലി ഉള്ളത് കൊണ്ട്, അവിടെ അവനൊരു ജോലി ഉണ്ട്, അല്ലെങ്കിൽ അവൻ പോയിരുന്നില്ല, സമയത്ത് അവൻ പോയിരുന്നില്ല. ജോലി ഉള്ളത് കൊണ്ട് അവൻ പോയി. അടുത്തത് വരുന്നത് നൗ ദാറ്റ് ആണ്. നൗ ദാറ്റ് പുതിയ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നൗ ദാറ്റ് ഉപയോഗിക്കുക. അത് പ്രസന്റ് റിസൾട്ട് ആണ്. പുതിയ സാഹചര്യം ഉള്ളതുകൊണ്ട് ആണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ നടക്കുന്ന റിസൾട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. Now that you are 80, you can vote. Now that you are 18,
യു ക്യാൻ വോട്ട്. നിനക്കിപ്പോൾ 18 വയസ്സായതുകൊണ്ട് നിനക്ക് വോട്ട് ചെയ്യാം. ഇപ്പോൾ നിനക്ക് 18 വയസ്സായതുകൊണ്ട് നിനക്ക് വോട്ട് ചെയ്യാം. Now that the rain has stopped, we can go out. Now that the rain stopped, we can go out. ഇപ്പോൾ മഴ നിന്നതുകൊണ്ട് നമുക്ക് പുറത്തു പോകാം. ഇപ്പോൾ മഴ നിന്നതുകൊണ്ട് നമുക്ക് പുറത്തു പോകാം. അടുത്തത് in as such as. in as such as എത്രത്തോളം അത്രത്തോളം, അതാണ് വരുന്നത്. എത്രത്തോളമാണോ അത്രത്തോളം, അങ്ങനെയാണ് വരിക. in as such as എത്രത്തോളമാണോ അത്രത്തോളം. in as such as you are my friend, I will help you. in as such as you are my friend, I will help you. നീ എൻ്റെ സുഹൃത്തായിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ സഹായിക്കും. നീ എൻ്റെ സുഹൃത്തായിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.